ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലെ റോസ് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പോട്ട് മിക്സിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്ന് നിങ്ങളോടും കൂടി പറയാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാനിടുന്ന വീഡിയോയ്ക്ക് താഴെ ചിലരൊക്കെ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോട്ട് മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഞാനിങ്ങനെ ഒരു കപ്പാണ് മെഷറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ 3 കപ്പ് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ മണലാണ് ചേർക്കുന്നത്. വലിയ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്തു മാറ്റണം കേട്ടോ. റോസിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് മണൽ. മണൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് കൊക്കോപീറ്റ് ആണ്. 2 കപ്പ് കൊക്കോപീറ്റും ചേർത്തിട്ടുണ്ട്. കൊക്കോപീറ്റ് മണ്ണിലെ ഈർപ്പം നിലനിർത്തും. ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്ന കാസ്ട്രോയിൽ കേക്ക് ആണ്. ആമണക്കിന്റെ പിണ്ണാക്ക്, ഇതുപോലെ തന്നെ കടുകിന്റെ പിണ്ണാക്ക് ചേർക്കാറുണ്ട്. ആക്ച്വലി അതെന്റെ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടാണ്. ഇപ്പൊ ചേർത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് സാധാരണ കടലപ്പിണ്ണാക്കാണ്. നമുക്ക് ഇവിടേക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണിത്. ഈ പിണ്ണാക്കുകളിലേക്ക് നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചെടിയുടെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വളർച്ചയ്ക്ക് ഇത് ഏറ്റവും അത്യാവശ്യമാണ്. സാധാരണയായിട്ട് ഇത് പുളിപ്പിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് വേപ്പും പിണ്ണാക്കാണ്. ചില കീടങ്ങളുടെ പുഴുക്കളുടെയൊക്കെ ശല്യത്തിൽ നിന്ന് വേരുകളെ സംരക്ഷിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഈ എല്ലാ പിണ്ണാക്കും ഒന്നിച്ച് വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ഉള്ളത് അത് ചേർത്താൽ മതിയാകും. ഇപ്പൊ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് 2 കപ്പ് ചാണകപ്പൊടിയാണ്. കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇത് റോക്ക് ഫോസ്ഫറസ് ആണ്. ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സാഫ് ഫംഗിസൈഡ് ആണ്. ഫംഗൽ ഇഷ്യൂസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹ്യൂമിക് ആസിഡ് ആണ്. വെള്ള വേരുകളുടെ വളർച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല മണ്ണിനെ കട്ട പിടിക്കാതെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് കോഴിവളമാണ്. ഇത് മണ്ണും കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് 10-20 ദിവസം കുറഞ്ഞെങ്കിലും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് കോഴിവളം ഇട്ട് കൊടുക്കരുത്. ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് സാധാരണയായിട്ട് മണ്ണിൽ അടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഒരു ചെടി നിലത്താണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ വേര് ഇങ്ങനെ വളർന്നു പോയി മണ്ണിലൂടെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം അത് വലിച്ചെടുക്കും. പക്ഷേ ഒരു ചട്ടിക്കുള്ളിൽ വെക്കുമ്പം അതിൻ്റെ വേരുകളുടെ വളർച്ച പരിമിതിക്കുള്ളിലായിരിക്കും. അപ്പം ഇതെല്ലാം അതിന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മളിത് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത്. ഇത് ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുമ്മായത്തിന്റെ പൊടിയാണ്. പക്ഷെ അതെന്റെ സ്റ്റോക്ക് തീർന്നു പോയി. കുമ്മായപ്പൊടി മണ്ണിലെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ എടുത്തിരിക്കുന്ന മിശ്രിതം 2 12 ഇഞ്ച് പോട്ടിലേക്കുള്ളതാണ് കേട്ടോ. കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും നമ്മൾ പോട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഇത് റെഡിയാക്കി വെക്കേണ്ടതാണ്. ചെടികൾ നടുമ്പോൾ എപ്പോഴും 1.5 ഇഞ്ച് നമ്മുടെ ഗ്രാഫ്റ്റ് ഏരിയയിൽ നിന്ന് താത്തി വേണം മണ്ണിടാനായിട്ട്. നട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഫംഗിസൈഡ് തൂത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം വരുന്നത് കാണുന്നോടം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.